ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പൊ ഇന്ന് എന്താ പറയാ, ഒരുപാട് ഓണം കളക്ഷൻസ് റെഡി ആക്കിയിട്ടുണ്ട്. ഇത്രയും നാൾ നമുക്ക് കുറച്ച് ഭയങ്കര ഡിലേയും നമുക്ക് കളക്ഷൻസ് ഭയങ്കര കുറവായിരുന്നു. അതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പം ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ അതിന്റെ എല്ലാം കൂടെ ഒരു ഓൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. എന്തെല്ലാം ഒരു സഡൻ ഒരു ക്യുക്കായിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നാളെ ഇടുന്നുണ്ട്. പിന്നെ ഇതിപ്പം ഞാനിപ്പോ ഈ വേറെ ഇതേക്കണത് നല്ല അടിപൊളിയായിട്ട് പാനലിലോട്ട് ചെയ്തേക്കുന്നതാണ്. സോഫ്റ്റ് മൽച്ചന്തേരി ആണ് കേട്ടോ. പ്രത്യേകം പറയുന്ന സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അതും പാനൽ ചെയ്തേക്കുന്നത്. ഇതുണ്ടോ, ഫുൾ പാനൽ. അപ്പൊ ഫുൾ പാനൽ. ഇപ്പൊ പാനലിന്റെ കുർത്തീസ് ചെയ്യാനായിട്ട് ഒത്തിരി പേര് ചോദിക്കും. അപ്പൊ അതിന്റെ ടൈം എടുക്കുന്നതും അതിന്റെ കോസ്റ്റ് ഒക്കെ വരുന്നത് കൊണ്ടൊക്കെ ഞാനത് ചെയ്യാറില്ല. എന്നാലും കസ്റ്റമൈസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ ഫുൾ പാനലിലോട്ട് ഈ ഒരു കലി സ്റ്റൈലിലേക്ക് ചെയ്തേക്കുന്നതാണ്. താഴെ എന്നിട്ട് ഇത് കണ്ട അതിന്റെ ബോർഡർ നമ്മൾ ഫോൾഡ് ചെയ്ത് അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നെക്കിലോട്ട് ഇതേപോലെ സ്കാൽപ്പ് ചെയ്ത് ഞാനിപ്പം ദുപ്പട്ട ഇങ്ങനെ വൺ സൈഡിൽ ഇതേപോലെ ഇട്ടേക്കുന്നതാണ് കേട്ടോ. കാരണം ആ രണ്ട് സ്ലീവിന്റെ ഹെവി വർക്കാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുപോലെ ഈ ടാസിൽസ് ഒക്കെ കൊടുത്ത് കണ്ട ഒരു ഹാങ്, ഒരു ഫ്രിഞ്ചസ് എന്നൊക്കെ പോലെ അതിനകത്ത് കൊടുത്തിട്ട് ഇതാ ഭംഗിയായിട്ട് നല്ല ആ ഒരു പിങ്കിന് പിങ്ക് ആയിട്ട് തന്നെ, ഓണിയൻ പിങ്ക് ആണ്, ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ. ഒരു ഡൾ ഓണിയൻ പിങ്ക് ആണ്. അങ്ങനത്തെ കളറിലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ദുപ്പട്ട ഇത് കണ്ടോ. ഇനി എല്ലാവർക്കും ഇപ്പൊ ദുപ്പട്ടൊക്കെ സ്കാൽപ്പ് ചെയ്യോ എന്ന് ചോദിച്ചു. അതും ഉണ്ട്. ദുപ്പട്ടയിൽ ഫുൾ സ്കാൽപ്പ്. അതും ഇത് സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടൺ ആണ് ഇതിനകത്ത് ഈ ഒരു ദുപ്പട്ട ചെയ്തേക്കണേ. കണ്ടോ, ഫുള്ളി സ്കാൽപ്പും ത്രെഡും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഓൾ ഓവർ ദുപ്പട്ടയിലോട്ടും ചെറിയ ഇതുപോലെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സീക്വൻസും അല്ല ഒരു കട്ട് ബീഡ്സ് വെച്ചിട്ട് ഓൾ ഓവർ. അത് നിങ്ങൾക്ക് ഈ ഒരു കളറിലോട്ട് ആയതുകൊണ്ട് അത്ര കാണൂല. അപ്പം ഇതാണ് നെക്ക് വരുന്ന ഈ ഒരു സ്കാൽപ്പ് ഡിസൈൻ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വി കൊടുത്ത് അടിപൊളിയായിട്ട് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട്. കളറാണ് ഏറ്റവും സൂപ്പർ. രണ്ട് കളറിലോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കളർ കാണിച്ചു തരാം. നമുക്ക് റെഡി ടു ഡെസ്പാച്ച് പീസ് ഉണ്ട്. അപ്പോൾ വലിയ ഡിലേ ഇല്ലാതെ നമ്മൾ ചെയ്യാം. ഇത് കണ്ടോ, ഇതാണ് സ്ലീവിന്റെ വർക്ക് വരുന്ന ഫുള്ളി സീക്വൻസും ഈ ഒരു ഇതുപോലെ വരുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഈ ഒരു കലി സ്റ്റൈൽ കണ്ടോ, താഴേക്ക് ഇതേപോലെ ഫോൾഡിങ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഒരു ബോർഡർ ആയിട്ട്. അത് ഒത്തിരി ടൈം എടുത്ത് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ്. ഇതുപോലെ ബാക്ക് ദുപ്പട്ട ഇതാണ് വരുന്നത്. രണ്ട് സൈഡിലോട്ടും സ്കാലപ്പ് ഒക്കെ വെച്ചിട്ട് ബോട്ടം വന്നിട്ട് എല്ലാവർക്കും ഇപ്പൊ ബോട്ടം കൂടെ സെറ്റ് ചെയ്യാൻ ഇത് നമ്മൾ ഈ ഒരു കളറിലേക്ക് പ്യുവർ ആയിട്ട് ഡൈ ചെയ്തെടുത്ത് സാൻഡൂണിലോട്ട് ചെയ്തേക്കുന്നതാണ്. സോ ബോട്ടം അടക്കം നമ്മൾ എന്താ പറയാ ഡൈ ചെയ്തൊരു ഫാബ്രിക് ആണ്, പ്യുവർ ആണ്. അതുകൊണ്ട് കെയർ ചെയ്യണം. ബോട്ടം അടക്കം കെയർ ചെയ്യണം. ഫ്രണ്ടിലോട്ട് ഇതേപോലെ പടി വെച്ച് ബാക്ക് ഇലാസ്റ്റിക് വെച്ചിട്ട് പലാസോ സ്റ്റൈൽ. ഞാനിപ്പോ വേറെ എന്തൊക്കെ ഉണ്ടോ, ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരു സ്റ്റൈലാണ് ആ ഒരു ബോട്ടം അടക്കം. അപ്പം ഇതാണ്. ഇനി എല്ലാവരും ചോദിക്കുന്ന പോലെ ഇതിന്റെ സെക്കൻഡ് കിടക്കുന്ന കളറും അടിപൊളിയാണ്. രണ്ട് കളറാണുള്ളത്. സൂപ്പറാണ് രണ്ട് കളേഴ്സും. ലിമിറ്റഡല്ലോ, നമുക്ക് മെറ്റീരിയൽ നമുക്ക് ലിമിറ്റഡേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഇതിന്റെ സെയിം തന്നെ ഹാൻഡ് വർക്കാണ്. ഫുൾ പേൾ വർക്കും ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ തന്നെ സെയിം തന്നെ കളറ് ഇതേപോലെ. അപ്പൊ ദുപ്പട്ടയും ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് സ്കാൽപ്പ് വർക്ക് ഒക്കെ ചെയ്തിട്ട് ഫുള്ളി സീക്വൻസും ത്രെഡൊക്കെ വെച്ചിട്ട്. അപ്പം ഈ ഒരു കളർ ഇതേപോലെയാണ്. ഞാൻ ആ സ്ലീവിന്റെ വർക്ക് കാണിക്കാനാണ് കേട്ടോ ഇങ്ങനെ ദുപ്പട്ട കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് അത്ര ബ്യൂട്ടിഫുൾ ആണ് ആ സ്ലീവിന്റെ വർക്ക്. ഇത് കണ്ടോ, ആ ഫ്രിഞ്ചസ് ഒക്കെ കൊടുത്തിട്ട് എന്ത് ഭംഗിയാണ്. അതൊക്കെ നിങ്ങളൊന്ന് കെയർ ചെയ്യണം കേട്ടോ. കാരണം കൈയൊക്കെ കടത്തുമ്പോൾ നമ്മൾ ഒരു ത്രെഡ് വെച്ചിട്ട് കെട്ടിയേക്കുന്നതാണല്ലോ. അപ്പൊ അതൊക്കെ കയറ്റുമ്പോൾ കുറച്ചൊന്ന് കെയർ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ അത് വിട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സ്ലീവ് ഒക്കെ കൊടുത്തേക്കുന്നത്. ഇതുപോലെ പാനൽ കൊടുത്തിട്ട് ഫുൾ പാനല് ഫ്രണ്ട് ഇതുപോലെ ഷോൾഡർ തുടങ്ങിയിട്ട് ഫുൾ പാനലില് ഇത്രയും ഫ്ലെയർ ആണ് അത് കൊടുത്തേക്കുന്നത്. ബോട്ടം കണ്ടോ, ഒരു സ്റ്റൈലായിട്ട് കുറച്ചും കൂടെ അറിയാം. ഞാൻ എപ്പോഴും മുമ്പൊക്കെ ചെയ്യുമ്പം സജസ്റ്റ് ചെയ്യുന്ന ബോട്ടം കാണാതിരിക്കുന്ന ഭംഗിന്ന്. അപ്പൊ ഈ ഒരു സ്റ്റൈലിന് ഫുൾ ബോട്ടം ഇതേപോലെ കാണുന്നത് തന്നെയാണ് അതിന്റെ ഭംഗി. എന്നിട്ട് ദുപ്പട്ട നോക്ക് നിങ്ങൾ, എന്തൊരു സോഫ്റ്റ് ആണെന്നറിയോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അതിനകത്തോട്ട് ഇതുപോലെ സ്കാൽപ്പൊക്കെ ചെയ്ത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തേക്കണം. നോക്കി കണ്ടോ. എന്നിട്ട് ഓൾ ഓവർ ഒരു കട്ട് ബീഡ്സിന്റെ വർക്കും ഉണ്ട്. അപ്പം ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന 3 പീസ് സെറ്റ് ആയിട്ട്. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത് ഈ പാനൽ ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് കുറച്ച് നമ്മൾ ഇത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ടൈറ്റ് ഫിറ്റ് യൂസ് ചെയ്യരുത്. കുറച്ചൊരു ലൂസ് ഫിറ്റ് ആണ് ഇങ്ങനെയുള്ള പാറ്റേൺസിനൊക്കെ നല്ലത്. കാരണം ബോട്ടം ആണെങ്കിലും ഒത്തിരി ടൈറ്റ് ഉള്ളത് യൂസ് ചെയ്യരുത്. സാൻഡൂൺ ആണ്. കാരണം പിന്നെ ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് നോർമലി വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കെയർ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ മുമ്പേ പറയുന്നതാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്, ടൈറ്റ് ഫിറ്റ് യൂസ് ചെയ്യരുത്. അപ്പോൾ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മൾ 1 വീക്കിനകം ഡെസ്പാച്ച്